സൗണ്ട് മാജിക് എന്ന കലാരൂപത്തിലൂടെ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയനായ ഒരു വലിയ കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ പ്രതിജ്ഞൻ, സ്വാഗതം. പ്രതിജ്ഞന് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എന്റെ തുടക്കം തന്നെ അതെ അതെ, നമ്മളൊരുമിച്ച് ഒരു ചെറിയ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്, പാവർട്ടിയില്. കലാസാഗർ എന്നായിരുന്നു അതിന്റെ പേര്. എനിക്ക് തോന്നുന്നു 2000 ഏതാണ്ട് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്. അതെ, 2000-2001. കാരണം എന്റെ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അന്ന് നമ്മോടൊപ്പം ഉള്ള കലാകാരന്മാര് കുറെ പേരൊക്കെ ഇതുപോലെ ചിലർ ഫീൽഡ് ഔട്ടായി, ചിലർ ഫീൽഡിലുണ്ട്. ഞാനന്ന് അതില് അനൗൺസർ ആയിരുന്നു. പിന്നീട് അതെന്റെ ഒരു തൊഴിലിടമായി എന്നുള്ളത് വളരെ അത്ഭുതമാണ്. അന്ന് നമ്മള് ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യും. പക്ഷെ അതായിരുന്നു അതിന്റെ ബാക്ക് ബോൺ എന്നുള്ളത്. എന്താണ് കണ്ടന്റ്, എന്താണ് അതിന്റെ. അപ്പൊ ഞാനൊക്കെ നോക്കിയിരുന്നത് എങ്ങനെയാണ്, അതായത് അന്നത്തെ കാലത്ത് ഇൻട്രോവർച്ചിലാണ് പ്രധാനം. അതെ അതെ, അന്നത്തെ കാലത്ത് ടെക്നോളജികളോ അല്ലെങ്കിൽ ഇതൊക്കെ ലൈവാ പോയിരുന്നത്. ഇപ്പൊ നമ്മള് മിമിക്സ് പരേഡ് എടുക്കുമ്പോഴും ഷേഡോ ആക്ട് എന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ ഇല്ല. ഇപ്പൊ പ്രൊജക്ടറാണ്. നമ്മൾ കളിച്ച ഓർമ്മയില്ലേ, ഓടുന്നൊരു അത് വീണു, ഭയങ്കരമാണ്. അതില് ആങ്കർ ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഓടുക. അല്ലേ, ശരിയല്ലേ? ഇത് നമുക്ക് പറയാൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു നല്ല പ്ലാറ്റ്ഫോം വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് അന്നത്തെ കാലഘട്ടവും അന്നത്തെ വിഷമവും പ്രാക്ടീസ്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് വെറുതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റായിരിക്കും കേട്ടോ പിള്ളേർ. അത് ചെയ്തിട്ട് ഞാൻ മറ്റേ ചാനൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് 3 മണിക്കൂറാണ് എല്ലാവരും. അതായത് മൈക്ക് ഓപ്പറേറ്റർ തൊട്ട് എല്ലാ പണിയും നമുക്ക്. അതെ, കർട്ടൻ അഴിച്ച് ആ വണ്ടിയുടെ ബാഗിൽ കെട്ടണമെന്ന് പറയും നമ്മളൊക്കെ തന്നെയാണ്. ഏറ്റവും അവസാനം പോവുക നമ്മളൊക്കെ തന്നെയാണ് അവസാനം. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ മാറി ഇപ്പോൾ. അപ്പം എന്തായാലും ഇത് ഈ ഒരു വരാൻ കഴിഞ്ഞാൽ ആദ്യം ജിബിൻ ചേട്ടനോടും ഇതിൻ്റെ ക്രൂസിനോടും ആദ്യമായിട്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്താ പറയുക, നന്ദി ആദ്യം പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. സന്തോഷം. ട്രെയിനിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചേട്ടാ, മറ്റേ ഗുഹയിൽ കൂടെ പോകുന്ന ട്രെയിൻ കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും എൻ്റെ പെർഫെക്ഷൻ എന്താ ഇപ്പോൾ കൊടുത്തിട്ട് നമുക്ക് പണ്ടിങ്ങനെയാണല്ലോ പിടിക്കുക. അതേപോലെ അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ട്. അതെങ്ങനെ അറിയോ?